പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ +1 +2 വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് കൂടാതെ ഈ വർഷം പരീക്ഷ എഴുതുന്ന എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ IELTS പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ ഗൗരവമേറിയ തരത്തിലുള്ള പരീക്ഷകൾ ഇൻ്റർവ്യൂകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥിനികൾക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രേരണ നൽകിയിരിക്കുകയാണ്. കുട്ടികൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് കർത്താവ് ചൊരിയും. എല്ലാ വിദ്യാർത്ഥിനികളെയും ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുകയാണ്. ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരെല്ലാം വേഗം ഒരുമിച്ച് അടുത്തേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. 2 കുട്ടികളുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് വർഷ, ഇതെൻ്റെ കൂട്ടുകാരി ആഷ്ന. ഞങ്ങൾ ഒന്നും പഠിക്കാത്ത കുട്ടികളാണ്. 2 പേരും പറയാമെന്ന് എനിക്ക് വിശേഷം എനിക്ക് ഇഷ്ടപ്പെടും. പഠിക്കാൻ ഇഷ്ടമല്ല. 2 പേർക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. ഞങ്ങൾ 2 പേരും പഠിക്കാത്ത കുട്ടികളാണ്. പറഞ്ഞു എല്ലാ വിഷയം 5 എണ്ണത്തിനൊക്കെ പൊട്ടാറുണ്ട്. 5 വിഷയത്തിന് പൊട്ടാറുണ്ട്. ഇപ്പോഴത്തേക്ക് ഒരു ഭാഷ. എന്നിട്ട് തോറ്റു പോകുന്ന ഞങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും പറയാറില്ലല്ലോ. 5 വിഷയത്തിന് പൊട്ടിപ്പോകാറുണ്ട്. എന്നിട്ട് അപ്പൊ ഞങ്ങളെ സ്കൂളിൽ നിന്ന് അട്ടപ്പാടിയിലോട്ട് കൊണ്ടുവന്ന് ഫെബ്രുവരി 15-ാം തീയതി. അപ്പോൾ ഈ കുട്ടികളുടെ സ്ഥിതി കണ്ടപ്പോൾ അവിടുന്ന് ചിലർ പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട്. അവർ മുൻകൈ എടുത്ത് ആ സ്കൂളിൽ നിന്ന് ഇവരെല്ലാവരും കൂടെ കൂട്ടി അട്ടപ്പാടിക്ക് കൊണ്ടുവന്ന് അപ്പൊ പ്രാർത്ഥിച്ച എല്ലാത്തിനും ഒന്ന് ജസ്റ്റ് പാസ്സെങ്കിലും കിട്ടണേ, നാട്ടുകാരോട് പറയാൻ പറ്റണ മാർക്കെങ്കിലും കിട്ടണേന്നാ പ്രാർത്ഥിച്ചത്. അന്ന് നിങ്ങൾ വന്നപ്പോൾ എന്താ പ്രാർത്ഥിച്ചത്? നിങ്ങൾ 2 പേരും വന്നായിരുന്നു? ഞങ്ങൾ കൂട്ടുകാരെല്ലാം വന്നായിരുന്നു. കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇവരും വന്ന്. ഇവരൊറ്റയ്ക്ക് അങ്ങനെ വരാനായിട്ട് താല്പര്യമില്ല. പക്ഷേ കൂട്ടുകാരൊക്കെ പോന്നപ്പോൾ എന്നാൽ ഞങ്ങൾ പോന്നേക്കാന്ന് പറഞ്ഞ് പോന്നു. അപ്പോൾ കുട്ടികൾ ആൾ മോശമില്ല. എന്ത് ചെയ്തു? ഇവിടെ വന്നപ്പോൾ ഇവരുടെ പ്രാർത്ഥന എത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് വലിയ മാർക്കൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നാട്ടുകാരോടൊക്കെ പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു മേമ്പൊടി പോലെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് പാസ് അതിനു വേണ്ടി പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് പിന്നെയും വന്ന് ഒരു പ്രാവശ്യം മാർക്കിന് മുമ്പ് പിന്നെയും വന്ന്. അത് അട്ടപ്പാടിയിൽ ആദ്യത്തെ ഒരു തവണ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ നല്ല അനുഭവം, പരിശുദ്ധാത്മാവ് തൊട്ടു. അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇനിയും അട്ടപ്പാടി പോകണം, എനിക്ക് ഇനിയും മലയിൽ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ പിന്നെ നിങ്ങൾ 2 പേരും കൂടെ വന്നു. ഞങ്ങൾ 4 പേരുണ്ടായി, 4 പേരും കൂടി വന്നു. 4 പേരും പിന്നെ വീണ്ടും ഒരു വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ച്. അതിന്റെ ഫലമായി എല്ലാത്തിലും ജയിക്കുകയും ചെയ്ത് 88% കിട്ടുകയും ചെയ്തു. എത്രയാ? 88%. 2 പേർക്കും 88%. ഒരാൾക്കാണോ 2 പേർക്ക്? 2 പേർക്കും 88. ഒരേപോലെ. എന്നാൽ ഒരാൾക്ക് 87 ആണെങ്കിൽ 2 പേർക്ക് 88%. 88 എന്ന് പറഞ്ഞാൽ സാറ് സംഭവമല്ലല്ലോ, നല്ല മാർക്കല്ലേ? പിന്നെ എന്താ എക്സാമിന് പോകുമ്പോഴൊക്കെ അഭിഷേകാഗ്നി ഇട്ടിട്ട് കണ്ടിട്ടേ പോകുള്ളൂ.
ഇവർക്ക് ദൈവവചനത്തിൽ നല്ല വിശ്വാസമായി. അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോണതിന് മുമ്പ് പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ പുസ്തകങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മറിച്ച് ഓരോ ഭാഗത്ത് അവിടെ ഇവിടെ അവിടെ നോക്കുന്നു, വെരിഫൈ ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു, ഉറപ്പിച്ച് പോകുന്നു. ഇവർ കൂളായിട്ട് അതൊക്കെ പുസ്തകമായി അഭിഷേകിന് ശരിക്കും അങ്ങോട്ട് കണ്ട് ആനന്ദിച്ച് പോയി പരീക്ഷ എഴുതി. 88% മാർക്ക്. ജീവിതത്തിൽ ആദ്യം എത്ര കിട്ടുന്നത്? A+ കിട്ടിയിട്ടേ ഇല്ല ജീവിതത്തിൽ ഇതുവരെ. കിട്ടിയിട്ടില്ല. അല്ല ഇപ്പൊ A+ ഒക്കെ ഉണ്ടോ? 4 A+, കെമിസ്ട്രിക്ക് A+. ആദ്യമായിട്ടാ കിട്ടണ. കെമിസ്ട്രിക്ക്, ഇവക്ക് ബയോളജിക്ക് A+. നീ അവിടെ നിന്ന് പറഞ്ഞേ, നീ പറഞ്ഞോ. ബയോളജിക്ക് 5 മാർക്ക് കിട്ടി, ഞാൻ തോറ്റതാണ്. 5 മാർക്കാണ് ബയോളജിക്ക് സാധാരണ, തോറ്റ അവസ്ഥയാണ്. എന്നിട്ട് ബയോളജിക്ക് A+ ആണ്. A+. നിങ്ങളവിടെ ഇരിക്ക്, നമ്മുടെ കുട്ടികളൊക്കെ ജയിച്ചു പോട്ടെ. എൻ്റെ പിതാവേ. മിസ്സിനെ കാണുമ്പോഴൊക്കെ ഓടിപ്പോകാറുണ്ട്. കെമിസ്ട്രിക്ക് മിസ് ചോദിക്കും നല്ല മാർക്ക് കിട്ടുമെന്നൊക്കെ, അപ്പോൾ ഓടിപ്പോകും. അത് മിസ്സെങ്ങാനും ആ വഴിക്ക് വരണണ്ട, ഈ വഴിക്ക് വിട്ടുപോയി. കാരണം എത്ര മാർക്ക് കിട്ടുന്നൊക്കെ അങ്ങനെയായിരുന്നു പതിവ്. അങ്ങനെയായിരുന്നു എൻ്റെ കുട്ടികളെ. ഇതൊരു അത്ഭുതം തന്നെ ശരിക്കും. ഹല്ലേലൂയ. എനിക്കിത് കേട്ടത് തന്നെ ഭയങ്കര ഒരു അത്ഭുതം. ഞങ്ങൾ എക്സാമിന്റെ മാർക്ക് വന്നപ്പോ ഉണ്ടായില്ല, ഒരു കല്യാണത്തിന് വെച്ച് ഞങ്ങൾ രണ്ടൊരു ഡാൻസ് കളിക്കാൻ. ഇവർക്ക് മാർക്ക് നോക്കണമെന്നില്ല, ഇവർക്ക് കല്യാണം ഡാൻസ് പരിപാടിയായിട്ട് ഇവർ നടക്കുകയാണ്. വന്നപ്പോഴാ മമ്മി മിസ്സിനെ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞു. മമ്മിയാണ് മാർക്കൊക്കെ ചോദിക്കും, ഇവർക്ക് മാർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മമ്മി വിളിച്ച് ചോദിച്ചു, എൻ്റെ കുട്ടികൾ 2 എഴുതിയിട്ടുണ്ട്, വല്ല ഗുണമുണ്ടോ എന്ന് മമ്മി അവസാനം തോറ്റ് വിളിച്ച് ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞത്? മിസ് പറഞ്ഞു 4 A+, 2 B+, 2 B. സിയിലോട്ട് പോയേ ഇല്ല. പണ്ട് മൊത്തം സിയിൽ കിടപ്പില്ലായിരുന്നു. D+. അതായിരുന്നു പണ്ടത്തെ സ്ഥിതി, സിയും D+. എനിക്കിതിന്റെ വിവരമൊന്നുമില്ല. ഈ D+ എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. ആ സിയും D+ ആണ്. ആ ഭാഗത്തേക്കേ ദൈവം അടുപ്പിച്ചില്ല. എയും A+ തന്നെ, പിന്നെ ഒരു ബിയും B+. A+ന് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. അത് സ്വപ്നം പോലും കിട്ടുന്നു, ഒരു സ്വപ്നം പോലും ഇല്ല. A+ എന്ന് പറഞ്ഞ സാധനം സ്വപ്നം പോലും ഇല്ല. എന്താ അത് കിട്ടുമെന്നോ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല. എന്തായാലും ജയിക്കണം, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ മാത്സ് എക്സാമിന്റെ രാവിലെ 3:30 എഴുന്നേറ്റ് കല്ലിട്ട് 22 വിശ്വാസ പ്രമാണം ചെന്ന് ജയിക്കാൻ. 3 വിശ്വാസം 22. കുട്ടികൾക്ക് എൻ്റെ സാമർഥ്യം ഉണ്ട്. 3 പറഞ്ഞ് സമ്മതിക്കില്ല. 22 വിശ്വാസ പ്രമാണം അങ്ങോട്ട് ചെല്ലി. എന്ത് ചെല്ലി? കല്ലിട്ട് ചെല്ലിയോ? കല്ലിട്ട് അങ്ങോട്ട് ചെല്ലി. ഇവിടെ സാക്ഷ്യം കേട്ടായിരുന്നു. അങ്ങനെ ഒരു കല്ലിട്ട് ചെല്ലുക എന്ന് പറഞ്ഞൊരു സാക്ഷിയുണ്ട്, അത് കേട്ട് എന്നൊക്കെ പറഞ്ഞ ഹാലേലി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റും. ശരിക്കും 88 ഞാനും വിശ്വസിച്ചില്ല, പിന്നെ വിശ്വസിച്ചു. പിന്നെ അത് എന്റെ ചേച്ചി വാട്സപ്പിൽ അയച്ചു തന്നു ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ സ്കൂളിലെ മാഷുമാർക്കൊക്കെ സന്തോഷം. അയ്യോ ഭയങ്കര സന്തോഷേ. കുട്ടി പറ അത്ഭുതമാണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് മിസ്സുമാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റണില്ല. ഹല്ലേലൂയ. ദൈവത്തിന് വലിയൊരു അത്ഭുതം കേട്ടോ. നിങ്ങൾക്ക് അഭിഷേകിന് ഇപ്പൊ നല്ല ദൈവത്തിലൊക്കെ നല്ല വിശ്വാസമായോ? നിങ്ങൾക്ക് അഭിഷേകിന് ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. അത് കാരണം ഞങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ ഇല്ല. പക്ഷെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കിട്ടി. കർത്താവ് നോക്കി, വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി നല്ല ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുരാജാതിരാജനെ വാഴ്ത്തിപ്പാടിടാം, കൈത്താളമോടെ കിന്നരവും തമ്പുരവും മീട്ടിപ്പാടിടാം. യേശുരാജാതിരാജൻ വാഴ്ത്തിപ്പാടിടാം, കൈത്താളമോടെ കിന്നരവും തമ്പുരവും മീട്ടിപ്പാടിടാം. കിന്നരവും തമ്പുരവും മീട്ടിപ്പാടിടാം, കിന്നരവും തമ്പുരവും മീട്ടിപ്പാടിടാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി വലിയൊരു അനോയിന്റിങ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കുടുംബം ഇവർ വന്ന് പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച, ഒരു ബുദ്ധിമുട്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മയില്ല, മാർക്കില്ല, ഭാവിയില്ല, ആകെപ്പാട് വിഷമം. മിസ്സിൻ്റെ അടുത്ത് പോകാൻ തോന്നണില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അത്രയും മാർക്ക് കിട്ടാത്തതിൻ്റെ വേദന. അവർ കർത്താവിനെ ആശ്രയിച്ചു.
അവരുടെ ഞെരുക്കത്തിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമായ നാമത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഈ സമയം എല്ലാ വിദ്യാർത്ഥികളുടെ ശക്തമായ ഒരു അനോയിൻറ്റിങ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മൂഢസ്വഭാവങ്ങൾ വിട്ടുപോകണം. ശക്തമായ ഡെലിവറൻസ് ഇപ്പോൾ നടക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 18-ാം വാക്യം യേശു പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുമ്പോൾ വിദ്യാർത്ഥിനികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, രോഗികളിൽ നിന്ന്, ഓരോ തരത്തിലുള്ള തടസ്സങ്ങളിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കാൻ പോവുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ആരാധന സമയത്ത് മാത്രമല്ല, ഈ ശുശ്രൂഷ ഉടനീളം വിദ്യാർത്ഥികൾ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ മഹത്വത്തിന്റെ കർത്താവേ, ഈ സമയം അങ്ങയുടെ നാമത്തിൽ വിടുതൽ. ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ യേശുവേ. യേശുനാമം അതിശയനാമം, ഏഴയനിക്കുമ്പനാമം. നന്നായി കൈയടിച്ച്. യേശുനാമം അതിശയനാമം, ഏഴയനിക്കുമ്പനാമം. പാപപരിഹാരാത്ത പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാത്ത പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. യേശുനാമം അതിശയനാമം, ഏഴയനിക്കുമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കുമ്പനാമം. ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായി യേശുവിന്റെ നാമത്തിൽ വിദ്യാർത്ഥിനികൾ ഇപ്പോൾ അഭിഷേകം പ്രാപിക്കട്ടെ. കുട്ടികളുടെ ഭാവി ജീവിതം തടസ്സമുണ്ടാക്കുന്ന അന്ധകാരങ്ങൾ മാറട്ടെ. പൈശാചിക ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. ദുർസ്വഭാവങ്ങൾ വിട്ടുപോകട്ടെ. നിരാശ മാറട്ടെ. സങ്കടങ്ങൾ മാറട്ടെ. അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഭക്തജനം പാട്ടുനാമം. പവർ പവർ. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം പാട്ടുനാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഉയർത്തി കൈയടിച്ച്. യേശുനാമം അതിശയനാമം, ഏഴയനിക്കുമ്പനാമം. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനോയിന്റിംഗ് നിറയട്ടെ. ഓരോ മകളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ തരത്തിലുള്ള ബന്ധനത്തിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ. കൃപയുടെ അഭിഷേകം നിറയട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ. കഠിനാധ്വാനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ജ്ഞാനത്തിന്റെ അഭിഷേകം നിറയട്ടെ. സന്തോഷത്തിന്റെ അഭിഷേകം നിറയട്ടെ. വിജയത്തിന്റെ അഭിഷേകം നിറയട്ടെ. വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദയവേദി ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു 3 വചനമാണ് പ്രധാനമായും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്നത്. അതിലൊരു വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 18-ാമത്തെ തിരുലിഖിതമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി.
പല ആളുകളുടെയും ജീവിതത്തിൽ ദുർഘട പാതയാണ്. പല ആളുകളുടെയും ജീവിതത്തിൽ അവരുടെ മുമ്പിലുള്ള പാത അന്ധകാരാവൃതമാണ്. പല ആളുകൾക്കും ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നിറഞ്ഞ പാതയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ധകാരങ്ങൾ നിറഞ്ഞത്, ദുർഗമമായത്, പ്രതിബന്ധങ്ങൾ നിറഞ്ഞത്, ദുർഘടമായ പാതകൾ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാനം നമുക്ക് മുമ്പേ വ്യാപരിക്കും. ജ്ഞാനത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും വിജയം കിട്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, അതുപോലെ തന്നെ ഒരു പേഴ്സണാണ് പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. അവൻ സർവശക്തനാണ്. അവൻ അനന്ത നന്മ സ്വരൂപനാണ്. അവൻ കൃപ നിറഞ്ഞവനാണ്. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പാത നേരെയാക്കും. നമ്മുടെ വഴികളിലെ തടസ്സങ്ങൾ പഠിച്ച് എപ്പോഴും തോറ്റ് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ, പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എൻ്റെ പാത നേരെയാക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഭാവി നേരെയാക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്തകൾ നേരെയാക്കണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഞാനും നിങ്ങളും പറയുന്നത് പരിശുദ്ധാത്മാവ് കേൾക്കും. അവൻ പാതകൾ നേരെയാക്കും. ഇവിടെ അനേകം വിദ്യാർത്ഥികൾ വരുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവോട് എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധാത്മാവേ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ മകനെ അനുഗ്രഹിക്കണം, ഞാൻ ഈ ആശീർവദിക്കുന്ന ഈ മകൻ്റെ ജീവിതത്തിൻ്റെ പാത നേരെയാക്കി കൊടുക്കണം. ഒരു യുവാവ് ആ യുവാവിൻ്റെ അനുഭവം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പേര് ലിജോ. ഞാൻ പാലാരൂപതയിലെ കുറുമണ്ണിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2015 ഒക്ടോബർ മുതൽ IELTS ട്രൈ ചെയ്യുമായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം റെഗുലറായിട്ട് ക്ലാസ്സിന് പോവുകയും എക്സാം എഴുതുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറിയെങ്കിലും ഞാൻ IELTS വിട്ടില്ല. ഞാൻ പിന്നെ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ 16 പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് IELTS കിട്ടിയില്ല. IELTS എത്ര തവണ എഴുതി? 16 പ്രാവശ്യം എഴുതിയിട്ട് 16 തവണ IELTS പരീക്ഷ എഴുതി തോറ്റുപോയി. 16 തവണ. അതായിരുന്നു സ്ഥിതി. ഇതായിരുന്നു സഹോദരൻ്റെ ജീവിതത്തിൻ്റെ വേദന. 17ാമത്തെ എക്സാമിന് വേണ്ടി മാർച്ച് 23 വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു. മാർച്ച് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച അഭിഷേകത്തിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ മാർച്ചിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഈശോ പ്രത്യേകം പറഞ്ഞു, ഈ വർഷത്തെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി മാർച്ച് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ 22-നും 23-നും വരുന്ന എക്സാം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ സഹോദരൻ ആ പ്രാർത്ഥനയുടെ സമയത്ത് വീട്ടിലിരുന്ന് നന്നായി പ്രാർത്ഥിച്ചു അല്ലേ? ശരിക്കും ആ പരീക്ഷകൾ കൊണ്ട് ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ആ സമയത്ത് ഈ സഹോദരൻ വീട്ടിൽ ഇരുന്ന് അഭിഷേകത്തിന് കണ്ട്, ഈശോയെ എൻ്റെ വിദ്യാഭ്യാസ ജീവിതം അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചു. എക്സാം ഹാളിനാണെങ്കിലും 1 മണിക്കൂർ മുമ്പ്, എക്സാമിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ ഹാളിലെത്തി. ഞാൻ യൂട്യൂബ് വഴി 2 അഭിഷേകത്തിൻ്റെ എപ്പിസോഡ് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് എക്സാമിന് കയറിയത് തന്നെ. അവിടെ പോയിരുന്ന് അഭിഷേകത്തിൻ്റെ എപ്പിസോഡ് കണ്ടിട്ടാണ് എക്സാം ഹാളിലേക്ക് കയറുന്നത്. റിസൾട്ട് വരാൻ വേണ്ടി 13 ദിവസം എടുക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഒരു എപ്പിസോഡെങ്കിലും മുടങ്ങാതെ കാണുമായിരുന്നു. 13 ദിവസം റിസൾട്ടിന് വേണ്ടിയിട്ട് 13 ദിവസം വചനം കേട്ടുകൊണ്ടിരുന്നു. ഏപ്രിൽ 5-ാം തീയതി റിസൾട്ട് വന്നു. സ്പീക്കിങ്ങിന് 7-ഉം റൈറ്റിംഗ് റീഡിങ് 7.5-ഉം ലിസണിങ്ങിന് 8. ആകെ 9 കിട്ടുള്ളൂ. അതിൽ 8 വരെ കിട്ടി. നല്ല സ്കോറോടെ പാസ്സായി. നല്ല സ്കോറാണ്. ജീവിതത്തിൽ ഉന്നതമായ വിജയം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് എത്ര തവണ എഴുതിയത് പരാജയപ്പെട്ടത്? 16 പ്രാവശ്യം. 16 തവണ പരാജയപ്പെട്ടു. 17ാമത്തെ ഇതിനു മുമ്പ് അദ്ദേഹം ഈ ഒരു എപ്പിസോഡ് കണ്ട് മാർച്ചിലെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശരിക്കും കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ വചനത്തിൽ കേട്ട് ബുദ്ധി അങ്ങോട്ട് പ്രകാശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോയി അങ്ങോട്ട് എഴുതി. ഉന്നത വിജയം. നമ്മൾ ചിന്തിക്കുന്ന 2ാമത്തെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 26-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു നമുക്ക് പറഞ്ഞു തന്ന വചനമാണത്. യോഹന്നാൻ 14:26. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്
എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും, അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇങ്ങനെയുള്ള ദൈവമക്കൾ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് പറഞ്ഞ്, പരിശുദ്ധാത്മാവെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, ഓർമ്മ വർദ്ധിപ്പിച്ച് തരണം, പരീക്ഷ എഴുതാനുള്ള ജ്ഞാനം തരണം, വിവേകത്തിൻ്റെ കൃപ നിറയ്ക്കണം. ദൈവം അനുഗ്രഹിച്ചു. ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് സഹായിച്ച്, പരിശുദ്ധാത്മാവ് ബുദ്ധിയെ പ്രകാശിപ്പിച്ച്, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച്, പരിശുദ്ധാത്മാവ് അവരുള്ളിരുന്ന് സംസാരിച്ച്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. ഹോളി സ്പിരിറ്റ് ഈസ് മൈ ഹെൽപ്പർ. ഹോളി സ്പിരിറ്റ് ഈസ് മൈ ഹെൽപ്പർ. പരിശുദ്ധാത്മാവ് എൻ്റെ സഹായകനാണ്. ഈ പരീക്ഷാ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, യു ആർ മൈ ഹെൽപ്പർ. ഐ അക്സെപ്റ്റ് യു ആസ് മൈ ഹെൽപ്പർ, മൈ ഫ്രണ്ട്, മൈ അഡ്വക്കേറ്റ്. പരിശുദ്ധാത്മാവിനെ അക്സെപ്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് സഹായിക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് ഉപദേശിക്കും, പരിശുദ്ധാത്മാവ് ബുദ്ധി പ്രകാശിപ്പിക്കും, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഇനി മൂന്നാമത്തെ വചനം, അത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യമാണ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട കാര്യം, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനായ കർത്താവ്. പരീക്ഷ ഹോളിൽ പോയി കുറച്ച് അബദ്ധം പറ്റി, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം ഉണ്ടായി, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ ജീവിതം കോംപ്ലിക്കേറ്റഡായി, ഊരാക്കുടുക്കിൽ കുടുങ്ങിപ്പോയി. ദൈവമക്കളെ, നിരാശപ്പെടരുത്. ആത്മഹത്യയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നാം നമ്മുടെ വിഷമ അവസ്ഥകളുമായി ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തിനും ഇരിക്കണം. ശാന്തമാണ്, ദൈവമേ എൻ്റെ അവസ്ഥ ഇതാണ്, എല്ലാം വിവരിച്ച് പറയണം. 119-ാം സങ്കീർത്തനത്തിൽ 26-ാം തിരുലിഖിതം, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരളി. ഒന്നും പഠിക്കാൻ പറ്റാത്തവർ, ഒന്നും ഓർമ്മ കിട്ടാത്തവർ, എപ്പോഴും നിരാശപ്പെട്ടിരിക്കുന്നവർ, എപ്പോഴും കൈവിട്ടു പോകുന്നവർ, ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം ജലതാല വരെ കോരിച്ചൊരിയുക, വാ തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, കൊന്നമാവി ചെന്നപ്പോൾ ഒരു കുട്ടി ആ കുട്ടിയുടെ വേദന പങ്കുവെച്ചത്. ഞാനിവിടെ വന്നിരിക്കുന്നത് 2017-2018 എൻ്റെ SSLC റിസൾട്ടിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ 1 മുതൽ 10 വരെ പഠിച്ചിട്ടും എനിക്ക് മാത്സിന് എപ്പോഴും മാർക്ക് കുറവായിരുന്നു. എനിക്ക് ഏതൊക്കെ വിഷയം പഠിച്ചാലും മാത്സ് പഠിക്കാൻ പറ്റൂല. എപ്പോഴും തിരുത്തലും കുറിക്കലൊക്കെ ഇരുന്ന് എപ്പോഴും ടീച്ചറുടെ അടുത്ത് നിന്നൊക്കെ വഴക്കൊക്കെ കിട്ടും. മാത്സിന് 5-ൽ കുറവ് മാർക്ക് മാത്രമേ ഞാൻ 10 വരെ എപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ 10ാം ക്ലാസ്സിലായി. ഞാൻ ഫസ്റ്റ് മിഡ് ടൈം എക്സാം എഴുതി, എനിക്ക് മാത്സിന് ഞാൻ തോറ്റുപോയി. ഓണപ്പരീക്ഷ എഴുതി, ഞാൻ മാത്സിന് ഞാൻ തോറ്റുപോയി. സെക്കൻഡ് മിഡ് ടൈം എക്സാം എഴുതി, മാത്സിന് ഞാൻ തോറ്റുപോയി. ക്രിസ്മസ് എഴുതി, മാത്സിന് തോറ്റുപോയി. മോഡൽ എഴുതി, ഞാൻ 80-ലാണ് മാർക്ക്. 24 വേണം ജയിക്കാൻ, ഞാൻ 23.5 മാർക്കിന് കഷ്ടി ജയിച്ചു. 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് SSLC പരീക്ഷയായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് എനിക്കെപ്പോഴും ടെൻഷനായിരുന്നു. മാത്സിന് എപ്പോഴും തോറ്റു എന്നുള്ള ഒരു വിചാരം മാത്രമേ എനിക്ക് ഉണ്ടാവാറുള്ളൂ. എപ്പോഴും എങ്ങനെ ഞാൻ മാത്സിനെ ചൊല്ലിയായിരുന്നു എപ്പോഴും ഞാൻ വീട്ടിൽ വന്ന് കരയണത്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ എപ്പോഴും 3ഉം 4ഉം ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ഞാനൊരു കണക്ക് വെച്ച് ഞാനിരിക്കും, ഒരു ക്വസ്റ്റ്യൻ വെച്ചിരിക്കും, 2-3 മണിക്കൂർ ഇരിക്കും, ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. ഞാൻ എപ്പോഴും യേശുനാമത്തിൻ്റെ ശക്തി എപ്പോഴും വായിക്കുമായിരുന്നു. അത് ഞാൻ എപ്പോഴും എൻ്റെ ബുക്കിൻ്റെ ഇടയിൽ വയ്ക്കുമായിരുന്നു. അതിൽ ഈ യോഹന്നാൻ അധ്യായം 14:26 വാക്യം ഞാൻ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ നാമത്തിൽ പിതാവായിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇതെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എക്സാമിന് കയറണേ മുമ്പ് ഹാളിൽ വെച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പഠിച്ചൊന്നും ഓർമ്മയില്ലാത്ത പോലെയാണ് തോന്നിയത്. ഞാൻ ഈ വചനം വെച്ച് തന്നെ പറഞ്ഞ് ഈ ബുക്ക് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം ഹോളിൽ കയറി. എനിക്ക് എക്സാം മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല. 6 മാർക്കിൻ്റെ ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ വിടുകയും ചെയ്ത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാനും പറ്റിയില്ല.
ഞാൻ എക്സാം ഹോളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു. ഞാൻ ഈ വീട്ടിൽ ചെന്നിട്ട് യേശുനാമത്തിൽ ശക്തി വെച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ ഞാൻ തോറ്റുപോയിട്ടാ, എന്നെ ജയിപ്പിക്കണോട്ടാന്ന് പറഞ്ഞു. പിറ്റേ മാസം ഇവിടെ അഭിഷേകാഗ്നിയുടെ ധ്യാനം ഓർന്ന് ഞാൻ തോറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ദിവ്യാരുണ ഈശോനോട് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ്, സ്തുതിക്കാൻ പറ്റുന്ന സ്വരത്തിൽ ഞാൻ ശരിക്കും ഈശോയെ എന്ന് വിളിച്ച് കരഞ്ഞ്, ഞാൻ തോറ്റുപോയ കൊച്ചാണ്, എന്നെ ജയിപ്പിക്കണോട്ടാന്ന് പറഞ്ഞു. ഇവിടെ അച്ഛൻ ഇതിലേ കൂടെ ദിവ്യാരുണ ഈശോയായിട്ട് നടക്കുമ്പോൾ എൻ്റെ കർത്താവേ എന്നെ ഒന്ന് ചെയ്യിപ്പിച്ചാൽ മതി, മാത്സിനൊന്ന് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു. മാത്സിന് എനിക്ക് A ഗ്രേഡോടെ ഞാൻ ജയിച്ചു പോന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയവതയോടെ ആ കുട്ടി കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഇന്നിപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് സകല വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹൃദയം തകർന്നവരെ കർത്താവ് കൈപിടിച്ചുയർത്തും. ഈ സമയത്ത് സകല മക്കളും ഓരോരുത്തരുടെ വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പഠനോപകരണങ്ങൾ, പേനകളൊക്കെ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഈ സമയം, ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിന് സമർപ്പിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മക്കളെ പാതയിൽ വിജയം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം പരിശുദ്ധ കുർബാന ഉയർത്തി കുടുംബങ്ങളെയും വിദ്യാർത്ഥിനികളെയും അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ സമയം ഈശോയിലേക്ക് നോക്കി, യേശുവേ എനിക്ക് ബുദ്ധിയിൽ പ്രകാശം വേണം, ഈ വർഷത്തെ പരീക്ഷകൾക്ക് എനിക്ക് ജ്ഞാനം തരണം, ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് തരണം. ആരാണോ ആത്മാർത്ഥമായി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരവുണ്ട്. എളിമയുള്ളവർക്ക് കർത്താവ് കൃപ നൽകുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ സ്വരത്തിൽ ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ആഗ്രഹിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, റൂഹായേ, ദാസരിൽ നിറയണമേ. ഓ ഹോളി സ്പിരിറ്റ്, ആവേ, റൂഹായേ, ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ആവേ, റൂഹായേ, ദാസരിൽ നിറയണമേ. പുതിയൊരു ജീവൻ, പുതിയൊരു ഹൃദയം, ആത്മാവേ എന്നിൽ നൽകണമേ. ഇടപെടണമേ. പുതിയൊരു ജീവൻ, പുതിയൊരു പ്രകാശിപ്പിക്കണമേ. ഹൃദയം, ആത്മാവേ അഭിഷേകം ചെയ്യണമേ. നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. കരങ്ങൾ ഉയർത്തി വരദാനങ്ങൾ ചൊരിയണമേ. മനസ്സ് തുറന്ന് ആവേ, റൂഹായേ, ദാസരിൽ നിറയണമേ. ഓ ഹോളി സ്പിരിറ്റ്, ആവേ, റൂഹായേ, ദാസരിൽ നിറയണമേ. അഭിഷേകം ചെയ്യണമേ. ശക്തി നൽകണേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കൃപ, 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 കൃപ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. ആത്മാവേ, റൂഹായേ, ദാസരിൽ നിറയണമേ. ദാസരിൽ നിറയണമേ. ദാസരിൽ നിറയണമേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ.